ഒരു ആക്സിഡൻറ്റ് അല്ലെങ്കിൽ ഒരു ഫോൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? ഞാൻ ഒരു 4 സ്റ്റെപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഞാൻ പറയാം. ഇനീഷ്യലി ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു പെയിനോ റെസ്ട്രിക്ഷൻ ഓഫ് മൂവ്മെൻ്റ് ഉള്ള സൈറ്റ് ഇമ്മൊബിലൈസ് ചെയ്യുക. ഇമ്മൊബിലൈസ് ചെയ്യുക എന്ന് വെച്ചാൽ അത് മാക്സിമം അനങ്ങാതിരിക്കാൻ നോക്കുക. രണ്ടാമത് ചെയ്യേണ്ടത് അത് ഒരു ഐസ് പാക്ക് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഐസ് വെച്ച് ആ നീര് കുറയ്ക്കാൻ നോക്കുക. ഒരിക്കലും ആദ്യത്തെ ഒരു 3 to 5 days 3 മുതൽ 5 ദിവസം വരെ ഒരു കാരണവശാലും ചൂട് വെക്കാൻ പാടില്ല. ചൂട് വെച്ചാൽ നീര് കൂടാനുള്ള ചാൻസുകളാണ് കൂടുതൽ. മൂന്നാമതുള്ള സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു ജോയിനിൽ ഒരു ഡീഫോമിറ്റി അല്ലെങ്കിൽ ഒരു അബ്നോർമൽ മൂവ്മെൻറ്റ് ആ ജോയിനിലുണ്ട് അല്ലെങ്കിൽ ഭയങ്കര സ്വെല്ലിംഗ് ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും അത് വീട്ടിൽ തന്നെ നമ്മളത് റെഡ്യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യരുത്. ആൻഡ് ഫോർത്ത് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ്ലി നമ്മളൊരു എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഒരു ഫ്രാക്ചർ സസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാൻ നോക്കുക. ഒരു കാരണവശാലും വേറൊരു ഹോം റെമഡീസോ അല്ലെങ്കിൽ അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റുകളൊന്നും ചെയ്യാതിരിക്കാൻ നോക്കുക. ഏർലി ട്രീറ്റ്മെൻറ്റ് നമ്മുടെ ആ ഫ്രാക്ചറിൻ്റെ ഔട്ട്കം അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളിനെ മൊത്തത്തിൽ ബാധിക്കുന്നതാണ്.